Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എണീച്ചേ ഉള്ളൂ. ഇന്നൊരു നോർമൽ ദിവസം ആണ്, ബട്ട് ഒരു നോർമൽ ദിവസമല്ല. ഇന്ന് നമ്മുടെ കുഞ്ഞാവേൻ്റെ ചോറ് കൊടുക്കലുണ്ട് ഗുരുവായൂർ. ഓൾറെഡി കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു ചോറ് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പോകുന്നില്ല. എനിക്ക് പീരിയഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റില്ല. അമ്മ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും അച്ചാച്ചനും അമ്മമ്മയും ഷുട്ടും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് നമ്മൾ മാത്രമുള്ള ഒരു ദിവസം. അപ്പോൾ ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഞാൻ ഇവളെയും കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത്, ഒരു ടൂട്ടിലർ വെച്ചിട്ട് എങ്ങനെയാണ് ഫുള്ളായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ സംഭവമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഞാനും ഇവളും കുട്ടപ്പനും മാത്രമായിട്ട് നിന്നിട്ടുണ്ട്. അച്ചാച്ചനും അമ്മമ്മേൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനിതാ ഞാൻ നേരെ ബ്രഷൊക്കെ ചെയ്ത് വന്ന് അമ്മ പോകുന്നതിന് മുന്നേ എന്നാലും ചായയൊക്കെ കുടിച്ച് സെറ്റാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അവർ പോയി കഴിഞ്ഞപ്പോഴാണ്. കാരണം അവർ പോകുന്നതിൻ്റെ ഒരു തിരക്കിനിടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അവരെല്ലാവരും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിനിയിപ്പം കുക്കിങ്ങിലേക്ക് കടക്കാൻ പോവാം. ഞാൻ ചിക്കൻ വാങ്ങിച്ചു, കാരണം അത് വേഗം കഴിയുന്ന പരിപാടിയാണല്ലോ. പിന്നെ ചീര ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. നമ്മുടെ ചുവന്ന ചീരയില്ലേ, അതുണ്ട് കുറച്ച്. പിന്നെ അമ്മ പോകുന്നതിനടുത്ത് എന്തായാലും ചോറ് വെച്ച് എനിക്ക് തന്നിന്. എനിക്ക് ഈ വാർക്കാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ട് അമ്മ ചോറാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പം എന്തായാലും ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്യാൻ പോവാന്ന്. ക്ലീൻ ചെയ്തിട്ട് അമ്മമ്മ കിടക്കാൻ പോകുന്നതിന്റെ മുന്നിലത്തെ വാതിലടക്കണേ. കിടക്കുന്നുണ്ടെങ്കിൽ ഡോറടക്കണേ. മുന്നിലത്തെ ചുട്ടു പോകുന്ന കാണില്ല, അതാ. അപ്പൊ ഞാൻ ചിക്കനെല്ലാം ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഷുഗറിന് കുറച്ച് സമയം അവിടെ TV വെച്ച് കൊടുത്തിട്ടുള്ളത്, അല്ലാണ്ട് പരിപാടിയൊന്നും നടക്കില്ല. ഇപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് സെറ്റാക്കി വെക്കട്ടെ പെട്ടെന്ന്. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ചീരപ്പേരി. ഭയങ്കര ഒരു നോർമൽ ചിക്കൻ കറിയാണ്. ഞാൻ വേഗം കഴിയുന്ന പരിപാടി എടുക്കില്ല, കാരണം ചിക്കൻ്റെ മൂടെ എപ്പോഴാണ് മാറുമെന്നൊന്നും അറിയില്ല. എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, ഉള്ളി അധികം എടുക്കില്ല, കുറച്ചേ വെക്കുള്ളൂ. എന്താ വെച്ചാൽ ഭയങ്കര ഒരു മധുരം ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉള്ളി എടുക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാനും അതുപോലെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഉണ്ടാക്കി വെക്കാനും പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ചിക്കൻ കറിയാണ്. എന്നുവെച്ചാൽ ഇത് മാത്രമാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറി മാത്രം കൂട്ടി നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ചിക്കൻ കറി തന്നെ. അവർക്ക് പറ്റുന്ന ഒരു ചെറിയ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുക്കർ ഉണ്ടാവില്ല എല്ലാവരുടെ അടുത്തും. കുക്കറിൽ ഇതുപോലത്തെ പാത്രമായാലും മതി.
നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇടുമല്ലോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒറ്റ വിസിലിനടിച്ചാൽ നമ്മളത് അടിപൊളി ചിക്കൻ കറി റെഡി ആയി കിട്ടും. പിന്നെ അത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കേണ്ട പരിപാടിയായിരുന്നു. എല്ലാം ഒന്നിച്ചിട്ടാലും നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. അപ്പം നമുക്ക് ഇവിടെ എല്ലാം വെച്ചാൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഒന്നിൻ്റെ ആവശ്യമില്ല, എല്ലാവരും അതന്നെ കഴിച്ചോളും. നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് ആകെ 1 കിലോ ചിക്കൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ മാത്രം. ഇതൊന്ന് വാടി സെറ്റാവട്ടെ. ഇതിൽ എൻ്റെ ഒരു ചെറിയ ടിപ്പാന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി വെച്ച മിക്സി കഴുകിയ വെള്ളം അത് നമുക്ക് ഇതിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഉറപ്പിക്കാം. തക്കാളി അപ്പോഴേക്കൊന്ന് ഉടഞ്ഞിട്ടു. അതൊന്ന് സെറ്റായി വരട്ടെ. മൂടി വെക്കാം കുറച്ച് സമയം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി അവിടെ നിന്ന് റെഡിയാകുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഷുട്ടൂന് ഒരു കിവി കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആൾ രാവിലെ ഇന്ന് റാഗിയാണ് കഴിച്ചത്. നമ്മളിന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് അവളതെന്തായാലും കഴിക്കില്ല. അപ്പോൾ റാഗി കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓ ഐ ലവ് കിവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് കിവി. നല്ല മധുരമുള്ളതാണെങ്കിൽ ചുട്ട് കഴിക്കും. ഇച്ചിരി പുളിയില്ലാണെങ്കിൽ ആൾ കഴിക്കാൻ ചാൻസ് കുറവാണ്. ലെറ്റ്സ് സീ. നമ്മൾ ചിക്കൻ കറി ഇതാ ഇവിടെ തിളച്ച് നല്ല റെഡിയായി സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റിൽ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മല്ലിച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. അങ്ങനെ ചിക്കൻ കറി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ചീര.
കിവി അല്ല തിന്നുക. അച്ഛമ്മ കഞ്ഞി കുടിക്കും, ഷുട്ടു കിവി തിന്നു. ഞാൻ തിന്നു കേട്ടാ. ഓ തരൂല. സ്പൂണ് വേണോ? കുടിക്കോ? അറിഞ്ഞു പോവാ. കഞ്ഞിയുണ്ട്. കഞ്ഞി പറഞ്ഞോ? ഇല്ലല്ലോ. കഞ്ഞി വേണ്ട. അതിനെൻ്റെ കുക്കിംഗ് പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞ്. ഇനിയിപ്പോൾ എനിക്ക് കിച്ചൺ ക്ലീനിങ് കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അവർക്ക് കഞ്ഞിയെല്ലാം കൊടുത്ത് കഴിഞ്ഞ്. ഇനി ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. പിന്നെ എനിക്ക് ഷുട്ടിൻ്റെ പാമ്പേഴ്സ് എല്ലാം പൊട്ടിച്ചിടാനുണ്ട്. അപ്പം അതും കൂടെ ഉണ്ട്. ഇതാണ് മെയിൻലി നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഫ്ലോർ ക്ലീനറാണ്. നമ്മൾ ഈ നമ്മുടെ ഈ ഗ്രാനൈറ്റ് ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇപ്പോൾ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, മുന്നേ എൻ്റെ വീഡിയോസിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇടുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ തന്നെ സ്പ്രേ ഉണ്ട്, ലൈസോളിൻ്റെ. അതാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇത് ചെറിയൊരു ബോട്ടിൽ വാങ്ങിയതാണ്. ലൈസോളിൻ്റെ ഒരു റെഡ് ആൻഡ് ബ്ലൂ കളറിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഒരു കിച്ചൺ ക്ലീനർ ഉണ്ട്. അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് മെയിൻലി യൂസ് ചെയ്തത്. നല്ല സ്മെല്ലാണ്. അപ്പോൾ അതാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഇവിടെ മൊത്തമാക്കി കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തുടച്ചെടുക്കും. നല്ലതായിട്ട് ക്ലീൻ ആവും. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മൾ വേറെ വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ഒന്നും കൂടെ തുടച്ചറിയും. അപ്പം ഇതിൻ്റെ ഈ സ്റ്റെയിനൊക്കെ അങ്ങ് പോയിക്കോളും. അപ്പം എന്തായാലും ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഞാൻ അങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ കാണുന്ന ആ ഒരു നമ്മുടെ ഫ്ലാസ്കും നമ്മുടെ ജ്യൂസിൻ്റെ ഗ്രൈൻഡറും മിക്സി ജാറൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് താഴത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. എന്നെങ്കിലും നമ്മുടെ ആ കോർണർ കുറച്ച് ഫ്രീ ആവും. സോ അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്ത് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ഈ ലൈസോളിൻ്റെ ഞാൻ പറഞ്ഞ ആ ലിക്വിഡ് ഇട്ട് എപ്പോഴും വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കോർണറിലാണ് നമ്മളെപ്പോഴും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ എടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സൈഡൊന്ന് ക്ലീനാക്കി തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ തുടക്കുന്നതാണ്. ബട്ട് എന്നാലും നമ്മൾ എത്ര ക്ലീനാക്കിയാലും ഡെയിലി നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് പൊടി ഉണ്ടാവും. ഇത് ഞാൻ ഇതുപോലെ കുറച്ച് ഇതിൻ്റെ മൂടിയിൽ ആക്കും. എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കും. കുറച്ച് വളരെ കുറച്ച് ആ ഒരു സ്മെല്ലിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മൾ നല്ലൊരു തുണി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തുണിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ നല്ല തുണി വെച്ച് തുടച്ചെടുക്കും.
നമ്മൾ ഇതുപോലെ നല്ലൊരു തുണി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുക ചെയ്യാറുള്ളത്. കൈയൊക്കെ ഫുള്ളായിട്ട് വാഷ് ചെയ്തു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ ഫുഡിൻ്റെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി ആ സൈഡിൽ നിന്ന് ക്ലീൻ ആക്കണം. ഓക്കെ, ചില കാര്യത്തിൽ ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് OCD പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, ഇങ്ങനത്തെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും അലുവിലും ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഗ്ലാസ് മാതിരിയുള്ള സംഭവമാണല്ലോ, സ്റ്റീൽ തന്നെയാണ്, പക്ഷേ അതെപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതെനിക്ക് ഇപ്പം എന്നല്ല, പണ്ട് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ടൈമിലാണെങ്കിലും എനിക്ക് ആ ഒരു സ്ഥലം എപ്പോഴും നല്ല വെട്ടിത്തിളങ്ങിയിരിക്കണം. മീൻസ് നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ കറിയോ സാധനങ്ങളോ പാടോ ഒന്നും ആ സ്റ്റീൽ ഭാഗത്തിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് നല്ല കണ്ണാടി പോലെ ഇരിക്കണം. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് എപ്പോഴും തുടച്ച് ക്ലീനാക്കി വെക്കുന്നത്. അതിൽ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പോകാനും ഭയങ്കര പണിയായിരിക്കും. അതുകൊണ്ട് ഞാനതെപ്പോഴും ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അമ്മയും എപ്പോഴും ക്ലീനാക്കി വെക്കും. മീൻസ് ഞാനല്ല എപ്പോഴും ക്ലീനാക്കുന്നത്, അമ്മ ഉള്ള സമയത്ത് അമ്മ തന്നെയാണ് ക്ലീനാക്കി വെക്കൽ. പക്ഷേ ഞാൻ കാണുന്ന സമയത്ത് ഞാനും ക്ലീനാക്കും. കാരണം നമുക്ക് എപ്പോഴും ആടെ നല്ല വൃത്തിയായിരിക്കണം, എന്നാൽ മാത്രം നമ്മൾ അടുപ്പിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം വേണമല്ലോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ക്ലീനായിട്ടുള്ള ഒരു കിച്ചൺ ആകുമ്പം എപ്പോഴും നമുക്ക് കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മളെ കിച്ചൺ ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള കഞ്ഞി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതാ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പഴയ ടാപ്പ് റിക്കോർഡർ അതൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ കിച്ചൺ ഫുള്ളി ക്ലീനായി. ഇനി പോയിട്ട് ഞാൻ ഷുട്ടൂനെ ഒന്ന് നോക്കട്ടെ. അമ്മ ബാമ്പി റെഡി ആക്കട്ടെ, മോള് മാറ്. യു ഗോ. പൂച്ചേനെ വിളിച്ചോ? വിളിച്ചോക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പാമ്പസ് എല്ലാം ഒന്ന് പൊട്ടിച്ച് റെഡി ആക്കിയിട്ടെ. അങ്ങനെ ആ പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഷുട്ടൂനെ ഒന്ന് പെട്ടെന്ന് കുളിപ്പിക്കട്ടെ. കുളിപ്പിച്ചിട്ട് എനിക്കും പറ്റുമെങ്കിൽ അപ്പം തന്നെ ഒന്ന് കുളിക്കണം, നല്ല വേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ അവിടെ ഒന്ന് ആദ്യം കുളിപ്പിച്ചെടുക്കട്ടെ. അങ്ങനെ ഇതാ എൻ്റെയും ചുട്ടുൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇതാളിപ്പോൾ നല്ല കാണും. ഞാനും കുറച്ച് സമയം കിടക്കട്ടെ, ചെറിയൊരു തലവേദന വരുന്ന പോലെയുണ്ട്. കുറച്ച് സമയം കിടന്നാൽ ശരിയാവുമായിരിക്കും. അതായത് നമ്മൾ എണീച്ചിട്ട് കാണാം. ഞാനിത് ഈവനിങ് ആയപ്പോൾ നമ്മൾ എണീച്ച് ചായയൊക്കെ വെക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പോഴേക്ക് തന്നെ എനിക്ക് ചെറുതായിട്ട് നല്ല തലവേദന കൂടി വരുന്നുണ്ടായിരുന്നു. അവസാനം എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ നല്ലപോലെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആവി പിടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തലവേദനയായിരുന്നു. എനിക്ക് ഈവനിങ് എല്ലാം ആയപ്പോൾ മര്യാദക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല.
കാരണം എനിക്ക് പെട്ടെന്ന് നല്ലപോലെ തലവേദന വന്നു. ഉച്ചക്ക് കുറച്ച് വിശന്ന് കുറച്ച് വയറ് കാണിച്ച് ഫുഡ് കഴിച്ചു. അതുകൊണ്ട് നല്ലപോലെ പെട്ടുപോയി. ഛർദി, തലവേദന ഫുള്ള് സൈഡായിപ്പോയി. അതുകൊണ്ട് എനിക്ക് വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബാക്കി എന്തായാലും നാളെ എടുക്കാം. 2 ദിവസം കൂടെ ഒന്നിച്ചിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം എന്തായാലും ഞാനും ചുട്ടുപ്പിയും ഉറങ്ങാൻ പോന്നാ. അപ്പം നമ്മളെന്തായാലും ഉറങ്ങി എണീച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടിയിൽ കാണാം. അല്ലെങ്കിൽ ഉറങ്ങാൻ പോവല്ലേ? എന്നാ ഗുഡ് നൈറ്റ് പറ. സ്വീറ്റ് ഡ്രീംസ്. അച്ചാച്ചനും അമ്മമ്മയും ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ താഴെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് മാത്രമല്ല, എനിക്ക് രാവിലെ എണീച്ച് കുക്ക് ചെയ്യലൊക്കെ താഴെ ചുട്ടൂന് കിടത്തിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. മേലെ അവൾ ഒറ്റക്കാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടിയൊന്നും നടക്കൂല. സോ ഞാനിതാ രാവിലെ ഒരു 6:30 ആയപ്പോൾ എണീച്ചു. രാവിലെ നമുക്ക് പഴം ഇരിപ്പുണ്ട്, അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. ആൻഡ് താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ ചുട്ടു ഒരു പ്രാവശ്യം എണീച്ച് നല്ല ഉറക്കമാണ്. ആൻഡ് ഞാൻ പുട്ടിനൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ അച്ചാച്ചനും അമ്മമ്മയും അപ്പോഴേക്ക് എണീച്ചു. അവർക്ക് രാവിലെ തന്നെ ഒരു ബെഡ് ടീ കുടിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പം ഞാൻ അവർക്ക് വെറും ചായ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർ ചായ എന്താ പറയുക നമ്മുടെ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കഞ്ഞിക്കുള്ള അരി അടുപ്പത്ത് വെക്കാമെന്ന് ചോദിച്ചു. ഒരു 11 മണിയാകുമ്പോൾ അവർക്ക് നുറുക്കരിൻ്റെ കഞ്ഞി, നുറുക്കരി എന്നാണ് നമ്മളുടെ അടുത്ത് പറയാം, നിങ്ങളുടെ നാട്ടിലെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കൊടുക്കാറുണ്ട് അമ്മ. സോ ഞാനത് പെട്ടെന്ന് തന്നെ എടുത്ത് വെള്ളത്തിലിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മോൾ എണീക്കുന്നതിനിടയ്ക്ക് ഓരോ പണിയായിട്ട് പെട്ടെന്ന് തീർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കില്ല. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിഞ്ഞിട്ടാകുമ്പം ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കിയാൽ മതിയല്ലോ. കട്ടിങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു ചുട്ടു എണീക്കുമ്പോഴേക്കും. എനിക്ക് ശരിക്കും ഈ രാവിലെ എണീച്ച പാടി ചായ കുടിക്കലൊന്നും ഒരു പതിവുമില്ല. ഞാൻ എണീച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കട്ട ചായ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കലാണ് പതിവ്. ഇത് കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ടും ഇന്നലത്തെ തലവേദനയുടെ ഹാങ് ഓവർ നന്നായിട്ടുള്ളതുകൊണ്ടും ഞാൻ അച്ചാച്ചനും അമ്മമ്മയും ചായ കുടിക്കുമ്പം കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിനെക്കൊണ്ട് വലിയ ആശ്വാസമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ എന്നാലും എൻ്റെ തലയൊക്കെ ഒന്ന് ഉണരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അതിന് നടുക്ക് ഞാൻ കുറച്ച് നെറ്റിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ചൂടായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കര കഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് കുറച്ചെങ്കിലും റിലീഫ് കിട്ടാൻ എന്തെങ്കിലും ഒരു ഹോം റെമഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പ്ലീസ് ടു കമൻറ്റ് ബിലോ. എന്തെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഞാൻ കുറേ കാണിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ദിവസം മാത്രമേ നിൽക്കാറുള്ളൂ. ഇപ്പം ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പ്രോപ്പർ ഉറക്കമൊന്നും എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം വന്നു കഴിഞ്ഞാൽ 3 ദിവസം കറക്റ്റാണ്, പോവത്തേയില്ല. അപ്പോൾ അച്ചാച്ചൻ വന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും അച്ചാച്ചനും ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ചായ കുടിക്കുകയായിരുന്നു. മീൻ ഓൾറെഡി ഇന്നലെ വാങ്ങി അമ്മ കട്ട് ചെയ്ത് എനിക്ക് മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഇന്ന് പച്ചക്കറി ആയിട്ട് നമ്മുടെ മുരിങ്ങയും തക്കാളിയും കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ പുട്ട് അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ എനിക്ക് അരച്ച് കറി വെക്കേണ്ട ഒരു ടൈം മാത്രമേ വേണ്ടൂ. അപ്പോൾ ചുട്ടു എണീക്കുമ്പോഴേക്കും ഞാനെല്ലാം ചടപടയും തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പം ഉപ്പേരി ആക്കണം, ഫിഷ് ഫ്രൈ ആക്കണം, പിന്നെ നമ്മൾ ചോറുണ്ടാക്കണം. അതേ പണി ഉണ്ടാവുള്ളൂ. സോ ഇതെല്ലാം കട്ടിങ്ങും പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് നമുക്ക് മുരിങ്ങയും തക്കാളിയും കറി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതല്ല, ഞാൻ ചുട്ടു എണീക്കുന്നതിനൊക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ആൻഡ് ഇപ്പം ഇവരെ കഞ്ഞി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പുട്ട് ഓൾറെഡി ഒരു സെറ്റായി. പിന്നെ ഇനിയിപ്പം ചീര ഉപ്പേരി ഉണ്ടാക്കണം. മീൻ ഇന്നലെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
അങ്ങനെ ഏകദേശം ഒരുവിധം ഞാൻ പെട്ടെന്ന് ചുട്ടു എണീക്കുന്നതിന് മുന്നേ എല്ലാ പണിയും തീർക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് പുട്ടിന് ഓൾറെഡി പഴം ഇരിപ്പുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഇന്നലത്തെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഷുട്ടു ചിക്കൻ കറി ഉണ്ടെങ്കിൽ പുട്ടിന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടിന് അവൾക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ മീൻ കറി അങ്ങനത്തെ സംഭവങ്ങൾ കൂട്ടിയാൽ പുട്ട് അവൾ പെട്ടെന്ന് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പണിയെ കഴിക്കാൻ. പഴമൊന്നും കൂട്ടിയിട്ട് പുട്ടൊന്നും തിന്നുകയേ ഇല്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മുടെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവർ എന്നെ എന്തായാലും പഴം കൂട്ടിയിട്ടാണ് കഴിക്കുക. അമ്മമ്മയ്ക്ക് പഴം പുഴുങ്ങിയത് എപ്പോഴും ഡെയിലി അമ്മ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കി വെക്കാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ചുട്ടു എണീച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പതുക്കെ പോയി ഒന്ന് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി അത് ഉറക്കിയിട്ടുണ്ട്. അവൾക്ക് 7:30 ആകുമ്പോൾ ഒരു എണീക്കൽ പതിവുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഉറക്കി. അമ്മമ്മ ഒരു വർഷം മുന്നേ വരെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഭയങ്കര ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പെട്ടെന്നാണ് അമ്മമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റൈറ്റ് സൈഡ് മൊത്തമായിട്ട് ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എണീക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്കാരി എന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റും ഇപ്പം. അതുകൊണ്ട് ഇപ്പം വലിയ സീനില്ല. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, റൈറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാനൊന്നും പറ്റില്ല. കൈ കുറച്ചൊരു പ്രശ്നമാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഫുഡ് വായിൽ പോകണമെന്നാണെങ്കിൽ വാരി കൊടുക്കണം. സോ ഇന്നിവിടെ അമ്മയില്ല. അമ്മമ്മ കഴിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അമ്മ ഇല്ലയെന്ന് വിചാരിച്ച് കഴിപ്പിക്കാണ്ടിരിക്കുന്ന മോശമല്ലേ. അപ്പം ഞാൻ തന്നെ വാരിത്തരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ച് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ബട്ട് എന്നാലും ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അമ്മമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പം തീരെ വയ്യ. അപ്പോൾ ഞാൻ ഫുഡ് ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് വായിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഞാൻ പറഞ്ഞില്ല, തളർന്നു പോയ ആ ഒരു ഹെഡ് ടു ടോ വരെ അങ്ങനെ തന്നെയാണ് ഫുള്ളായിട്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് വായിലൊന്നും പോവില്ല, ചവക്കാനൊന്നും. ഞാനത് അവർക്ക് ഫുഡെല്ലാം കൊടുത്ത് സെറ്റാക്കി ഞാൻ പിന്നെ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചുട്ടു ആ സമയം നമ്മൾക്ക് എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തലവേദനയും രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ പുട്ടും ചിക്കൻ കറിയും എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര പുട്ട് ചിക്കൻ കറി ഫാനാണ്. അതുകൊണ്ട് ഞാനത് കഴിച്ചു. അവർക്ക് പഴം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ചുട്ടുപ്പ് എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫുൾ അവളുടെ പിന്നാലെയാണ്. അങ്ങനെ ഇതാ ചുട്ടൂപ്പ് എണീച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അവളൊന്ന് ക്ലീനൊക്കെ ആക്കി എടുക്കണം. ഞാൻ അതിലിറക്കാൻ കുറച്ച് ചായ കുടിച്ച പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട്. അതിലൊന്ന് കഴുകി വെക്കട്ടെ. എന്നിട്ട് ആളെയും കൊണ്ട് മേലെ പോയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ. അവളെ ഒരുവിധം ഒന്ന് പോയി സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ കളിക്കുന്നുണ്ട് കുറച്ച് സമയം. അപ്പോൾ അപ്പോഴേക്കും ഞാൻ നമ്മുടെ ചോറിന് അരിയിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ആൾക്ക് പതുക്കെ ഫുഡൊക്കെ കൊടുക്കണം. എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കുറച്ചൊരു മൂടി ഒരു ഫേസാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഫുഡൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുത്താണ് രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുള്ളത്.
അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് ചുട്ടൂനെ കുളിപ്പിക്കണം. ഇവിടെ അടുക്കളയിൽ എല്ലാം ലൈറ്റ് ഇട്ടിച്ചിട്ടുണ്ട്. അതാണ് ഒരുമാതിരി ഫുൾ ലൈറ്റ് എഫക്റ്റിലുള്ളത്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോറിന് കൊടുക്കണം ആക്ക്. വെള്ളം നനച്ചിന് മൊത്തം ഞാനല്ലേ വെള്ളം തന്നിന് മറിക്കാനാ തിന്നാന്ന് മൊത്തം ശരിക്കൂല. ഹായ് ഗായ്സ് എന്നോട് How are you? How are you ചോദിക്കും. How are you ചോദിക്കും. അങ്ങനെ ഒരുവിധം ചുട്ടൂനെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കട്ടെ. അവളെ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ടയർഡായി. ഒരുവിധം പറഞ്ഞാൽ കേൾക്കൂല. ഇപ്പം ഭയങ്കര ഉത്തരക്കില്ല. ഞാൻ കുളിച്ചില്ല, എനിക്ക് കുളിക്കാൻ വലിയ മൂഡ് വന്നില്ല. ഞാൻ വെച്ച് ഈവനിങ് ആകുമ്പോൾ കുളിക്കാമെന്ന്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് അവൾക്ക് ചോറ് കൊടുക്കട്ടെ. എന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കണം. അച്ഛനും അമ്മമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം. വന്നാൽ നമ്മൾ ആ പരിപാടി നോക്കാം. ഷുട്ടൂന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് ഞാനിതാ നേരെ വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ കൊടുത്തിട്ട് അമ്മമ്മയ്ക്ക് ഞാൻ കഴിച്ചിട്ട് അമ്മമ്മ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ ഈ കഞ്ഞിയൊക്കെ 11 മണിയാകുമ്പോൾ കുടിക്കുന്നതുകൊണ്ട് അങ്ങനെ വിശക്കൂല. അപ്പോൾ ഷുട്ടു പിന്നെ ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, അമ്മമ്മയ്ക്ക് ഈ ചവച്ച് കഴിഞ്ഞ് ഇറക്കാനൊക്കെ ഭയങ്കര പണിയായിരിക്കും. പിന്നെ ഫുഡ് കഴിക്കാനും ഭയങ്കര മടിയാണ്. അപ്പം എൻ്റെ അടുത്ത് മതി മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ് ഫുഡ് കഴിപ്പിക്കും. എന്നാൽ മാത്രമേ അവർ കഴിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നേരെ പോയി ഷുട്ടൂനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. നമ്മ തിന്നാന്ന് പോയില്ല. ആനിതാ ഉറങ്ങണം എന്നെല്ലാം വിചാരിച്ച, പക്ഷേ ഇതാ ചുട്ടൂത്തി ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു 4 മണിയിലായിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് ഇരിപ്പുണ്ട്. ഇപ്പോൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ടോസ്റ്റ് പോലെ ആക്കിയിട്ട് ചായയും കൊടുക്കട്ടെ എന്നായിരിക്കുന്നു അല്ലേ. എന്താ ഉമ്മ അപ്പം എന്തായാലും നമ്മൾ റൊട്ടി പൊരിക്കൽ പരിപാടിയിലേക്ക് കടക്കട്ടെ അല്ലേ. ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് നമ്മുടെ മുട്ട, ഞാൻ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ എന്താ പറയുക, ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയുമ്പോൾ എരിവുള്ളതിനെക്കാട്ടിലും എനിക്കിഷ്ടം മധുരം ഉള്ള ഫ്രഞ്ച് ടോസ്റ്റ് തന്നെയാണ്. ബ്രെഡിൽ എരിവായിട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ആൻഡ് ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ബീറ്റ് ചെയ്യും. പിന്നെ ഇത് നല്ല അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താ അറിയോ? അത് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഞാൻ അധികം ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. തള്ളിയതല്ല, സത്യമായിട്ടും പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ അതിൽ കുറച്ച് പാൽ ആഡ് ചെയ്യും. അപ്പോൾ ആ ഒരു പാലിൻ്റെ ഫ്ലേവറും മുട്ടയൊക്കെ നല്ലപോലെ ബ്ലെൻഡായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ. പിന്നെ നല്ലപോലെ ബീറ്റ് ചെയ്യണം നമ്മൾ. ആ ബീറ്റിങ്ങിലും കൂടെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നീ ആക്കി ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല, എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, തള്ളിയതാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ പാനൊക്കെ ചൂടാക്കി. ഞാൻ ആദ്യം ബട്ടറോ അല്ലെങ്കിൽ എണ്ണയൊക്കെ തൂവിയിട്ട് ആക്കാറുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്യാറുള്ളത്. ബട്ടറോ എണ്ണയോ ഒന്നും ആക്കാറില്ല അധികം. നിങ്ങൾക്ക് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റും ചായയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചുട്ടിന് വെള്ളവും പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ടോസ്റ്റും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചു. എനിക്ക് നല്ല പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. 3-4 ഓർഡർ എനിക്ക് പാക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയിലായിരുന്നു ഞാൻ. അമ്മയൊക്കെ സന്ധ്യയാകുമ്പം എത്തും, മുക്കാളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും എന്തായാലും ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മമ്മയും ഉള്ളതുകൊണ്ട് തന്നെ. ആൻഡ് അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ അവർ താഴെ ഇരിക്കുന്നുണ്ട്, സന്ധ്യയായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നാളെ അയക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയാൻ ഇത്രയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാനേജബിൾ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ ഷുട്ടൂനെയും വെച്ച് ഇവരെയൊക്കെ വെച്ച് മാനേജ് ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സ്മൂത്ത് ആൻഡ് ഇത്രയൊക്കെ ആയിരുന്നു. ആരും ഇല്ലാണ്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ 2 ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്.